Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കിറ്റി ഗേൽ ഫെർഗസൻ്റെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു തിയറിക്കുള്ള അന്വേഷണം. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഓഥറെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്ന് നോക്കാം. Kitty Gale Ferguson is a science writer, lecturer, and a former professional musician. She has authored numerous science books, including books on biographical facts. ഇവിടെ പറയുന്നത് കിറ്റി ഗേൽ ഫെർഗസൺ ഒരു സയൻസ് എഴുത്തുകാരിയും അതുപോലെ തന്നെ ലെക്ചററും ഗായികയുമാണ്. വളരെയധികം ശാസ്ത്ര പുസ്തകങ്ങളും ജീവചരിത്രങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെർഗസൺസ് വർക്ക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദർ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് അക്യുറസി. ഷീ ഈസ് നോൺ ഫോർ ഹർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കൺസെപ്റ്റ്സ്. പിന്നെ പറയുന്നത് അവരുടെ കൃതികൾ കൃത്യതക്കും അതുപോലെ തന്നെ വിവരണങ്ങൾക്കും പ്രസിദ്ധി കേട്ടവയാണ്. വളരെ പ്രയാസമുള്ള ശാസ്ത്ര തത്വങ്ങൾ വളരെ എളുപ്പമായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നും ഇവിടെ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഓഥറെക്കുറിച്ച് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. കിറ്റി ഗേൽ ഫെർഗസന് അവരൊരു ശാസ്ത്ര എഴുത്തുകാരിയും അതുപോലെ തന്നെ ലെക്ചറും അതുപോലെ തന്നെ ഒരു ഗായികയുമാണ്. അവർ ഒരുപാട് സയൻസ് പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യത ഉള്ള കൃതികളായിരുന്നു അവരുടെ കൃതികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് കാര്യങ്ങൾ അല്ലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ശാസ്ത്ര തത്വങ്ങൾ വളരെ എളുപ്പമായ രീതിയിൽ വിവരിക്കാനുള്ളൊരു കഴിവും കൂടി ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കിറ്റി ഗേൽ ഫെർഗസന് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who have proved their uniqueness even while fighting adversities and limitations. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. ഇപ്പോൾ പറയുന്നത് ഡോക്ടർ കലാം എക്സോട്ടാണ് ഉപദേശിക്കുക. ഡോക്ടർ കലാം എക്സോർട്ട്സ് എവരിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരെയും ഉപദേശിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും രീതിയിൽ എന്ത് ചെയ്യാൻ അതുല്യമാകാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് പ്രൂവ്ഡ് ദെയർ യുണീക്ക്നെസ്. പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ അതുല്യമായ പ്രതിഭ അവർ തെളിയിച്ചിട്ടുണ്ട്. ഈവൻ വൈൽ ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അഡ്വേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ കഷ്ടകാലങ്ങൾ, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് എന്ന പരിമിതികൾ. ഒരുപാട് പരിമിതികളും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകളും ഉണ്ടായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ അതിനോടൊക്കെ പടപൊരുതിയിട്ട് അവരുടെ അതുല്യമായ കഴിവ് ഒരുപാട് ജനങ്ങൾ ഈ ലോകത്ത് കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രൊഫൈൽ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ ചെറു ജീവചരിത്രം എന്താണ്? റിവീൽസ്, അത് കാണിക്കുന്നു. ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ്. എങ്ങനെയാണ് അദ്ദേഹം
തൻ്റെ ബലഹീനതകൾ, ഡിസബിലിറ്റീസ് പറഞ്ഞാൽ ബലഹീനതകൾ, തൻ്റെ ബലഹീനതകൾ എങ്ങനെയാണ് അദ്ദേഹം ഓവർകം ചെയ്തത്, തരണം ചെയ്തത്, എന്തിനു വേണ്ടി? ടു ബിക്കം ദ സൂപ്പർ നോവ ഓഫ് ഫിസിക്സ്. സൂപ്പർ നോവ എന്ന് പറഞ്ഞാൽ ശരിക്കും തിളങ്ങുന്ന ഒരു നക്ഷത്രം. ഫിസിക്സിലെ തിളങ്ങുന്ന നക്ഷത്രമാകാൻ അദ്ദേഹം തൻ്റെ ബലഹീനതകളെ അല്ലെങ്കിൽ തൻ്റെ ശാരീരിക വൈകല്യങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം മറികടന്നത് എന്നതാണ് ഈ ചെറുജീവചരിത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം എന്താണ് പറയുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിത്തിങ് എന്നുള്ളതാണ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ്, തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിദ്ധാന്തം, അതുപോലെ തന്നെ എവരിത്തിങ് എല്ലാത്തിനെയും പറ്റിയുള്ള. അപ്പോൾ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു തിയറിക്കുള്ള അന്വേഷണം. ഓക്കെ, നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. In the Cockcroft Lecture Room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. ഇവിടെ പറയുന്നത് 1980 ഏപ്രിൽ 29 കോക്ക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ എന്ത് സംഭവിച്ചു? സയൻറ്റിസ്റ്റ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്, ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്നിറ്ററീസ്, വിശിഷ്ട വ്യക്തികളും, ഗാതേർഡ് ഇൻ സ്റ്റീപ്പ് ടേയേഴ്സ് ഓഫ് സീറ്റസ്, അവർ ആ കുത്തനെയുള്ള ചെയറിൽ ഇരുന്നു. ഫേസിങ് എ 2-story വാൾ ഓഫ് ചോക്ക് ബോർഡ് ആൻഡ് എ സ്ലൈഡ് സ്ക്രീൻ. ഒരു സ്ലൈഡ് സ്ക്രീൻ ഉണ്ട് നീക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ചോക്ക് ബോർഡ്, ഇതിനൊക്കെ ഫേസ് ചെയ്തുകൊണ്ട്, ഇതിനൊക്കെ ആമുഖമായിക്കൊണ്ട് അവർ ഇരുന്നു. അപ്പോൾ 1980 ഏപ്രിൽ 29 കോക്ക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ വിശിഷ്ട വ്യക്തികളും എന്ത് ചെയ്തു? അവരെ ആ കുത്തനെയുള്ള നിരയായി കിടക്കുന്ന സീറ്റിൽ അവരിരുന്നു. അവിടെ നേരെ മുന്നിൽ എന്താ ഉള്ളത്? ചോക്ക് ബോർഡ്, അതുപോലെ തന്നെ സ്ലൈഡ് സ്ക്രീൻ, നീക്കാൻ പറ്റുന്ന സ്ക്രീനായിരിക്കും, അതിൻ്റെ മുന്നിൽ അവരിരുന്നു. The occasion was the inaugural lecture by a new Lucasian professor of mathematics. അവിടെ എന്താണ് സന്ദർഭം എന്ന് പറയുന്നത്? എന്താണ്? ഉദ്ഘാടന പ്രസംഗമായിരുന്നു. ആരുടെ? ലുക്കാഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സിലെ പ്രൊഫസറുടെ ഒരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു. ദ 38-year-old മാത്തമാറ്റീഷ്യൻ, ആ മാത്തമാറ്റീഷ്യന് 38 വയസ്സ് പ്രായമായിരുന്നു. ആൻഡ് ഫിസിസ്റ്റ്, അദ്ദേഹം ഫിസിസ്റ്റും കൂടിയായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് 1980 ഏപ്രിൽ 29 ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ സർവകലാശാലയിലെ വിശിഷ്ട വ്യക്തികളും എന്ത് ചെയ്തു? കോക്ക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ ചോക്ക് ബോർഡിനും അതുപോലെ സ്ലൈഡ് സ്ക്രീനും ആമുഖമായിട്ട് ഇരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. The title of the lecture was a question: Is the end in sight for theoretical physics? Hawking startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് എന്തിനെക്കുറിച്ചായിരുന്നു അവിടെ സംസാരിച്ചതെന്നാണ് പറയുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ റൂം വാസ് ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ. ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓക്കെ എന്തായിരുന്നു? ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ് 1980 ഏപ്രിൽ 29 കോക്ക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നുള്ളത്. ഹോക്കിങ് സ്റ്റാർട്ടിൽഡ് ഈസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അവിടെ കൂടിയിരിക്കുന്ന ശ്രോതാക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹോക്കിങ് എന്ത് പറഞ്ഞു? യെസ് എന്നുള്ള ഉത്തരം പറഞ്ഞു. അഥവാ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. He invited them to join him in a sensational escape
through time and space to find the holy grail of science. അയാൾ ആ പ്രസംഗത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ആ ഒരു പ്രസംഗത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അദ്ദേഹം ക്ഷണിച്ചു. എങ്ങോട്ട് ക്ഷണിച്ചു? ടു ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ്, ആശ്ചര്യകരമായ ഒരു യാത്രയിലൂടെ ക്ഷണിച്ചു. ആ യാത്ര ഏതിലൂടെയാണ് പോകുന്നത്? ടു ടൈം ആൻഡ് സ്പേസ്, കാലത്തിലൂടെയും അതുപോലെ തന്നെ സ്പേസിലൂടെയുമുള്ള ആ യാത്രയിൽ തൻ്റെയോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അദ്ദേഹം ക്ഷണിച്ചു. എന്തിനാണ് ആ യാത്ര? ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്, സയൻസിൻ്റെ ഹോളി ഗ്രെയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തൻ്റെ അവസാന സപ്പറിൽ ഉപയോഗിച്ച ഒരു കപ്പാണ് ശരിക്കും ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അദ്ദേഹം ക്ഷണിച്ചു. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? ദ തിയറി, അതൊരു തിയറിയാണ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു തിയറിയാണത്, ഒരു സിദ്ധാന്തമാണത്. ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു തിയറിയാണത്, അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ കോക്ക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ 1980 ഏപ്രിൽ 29 പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ലെക്ചറിൻ്റെ വിഷയം എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ഫിസിക്സിനെ അവസാനം കണ്ടു തുടങ്ങി എന്നതായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം അതിന് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് അതേ എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് സ്റ്റാർട്ടിലിട്ടത് നെട്ടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്? സയൻസിൻ്റെ ഹോളി ഗ്രെയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് സയൻസിൻ്റെ ഹോളി ഗ്രെയിലായിട്ട് അയാൾ ഇവിടെ പറയുന്നത്? ഒരു തിയറിയാണ്. ആ തിയറി എന്താ പറയുന്നത്? പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലമാന കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിവരിക്കുന്ന ഒരു തിയറിയെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് ചെയ്തത്? അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ക്ഷണിച്ചത്. എന്നിട്ട് പറയുന്നു, സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ while one of his students read his lecture to the assembled company. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ശാരീരികമായ വൈകല്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഇതിൽ പറയും കേട്ടോ. ഈ ജീവചരിത്രത്തിൽ നമ്മളതൊക്കെ വിവരിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ സ്റ്റീഫൻ ഹോക്കിങ് എന്താണ്, വളരെ ശാന്തമായിട്ട് തൻ്റെ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ലെക്ചർ വായിച്ചു, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വായിച്ചു. ജഡ്ജഡ് ബൈ അപ്പിയർ, കാരണം സ്റ്റീഫൻ ഹോക്കിങ്ങിന് അത്രയും ശാരീരികമായ ആവശ്യകതകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹം എഴുതി കൊടുത്ത സാധനം തൻ്റെ വിദ്യാർത്ഥി വായിക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെയുള്ള ആളുകൾ കേൾക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ നടക്കുന്നത്. ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ, തൻ്റെ അപ്പിയറൻസ് മാത്രം എടുക്കണമെങ്കിൽ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പുറമേ നിന്ന് ഒരാൾ നോക്കി കാണുകയാണെങ്കിൽ ഹോക്കിങ് ഡിഡിൻറ്റ് സീം എ പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. അദ്ദേഹത്തെ പുറമേ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സാഹസത്തിന് മുതിരാനുള്ള ഒരു കഴിവൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. കാരണം നടക്കാനോ അതിനൊന്നും കഴിയില്ല, വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ പുറമേക്ക് അദ്ദേഹത്തിന് അപ്പിയറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൾക്കൊന്നിനും സാധിക്കില്ല എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുക ബാക്കിയുള്ളവർക്ക് തോന്നുക. ഓക്കെ, കാരണം അത്രമാത്രം ശാരീരിക വൈകല്യമുണ്ട്. കാരണം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയായിരിക്കും എല്ലാവർക്കും വരിക എന്നുള്ളതാണ് അദ്ദേഹം പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി പറയുന്നത്, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 ജാനുവരി 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. അപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ജനിച്ചത് 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലായിരുന്നു. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years after the death of ഗലീലിയോ, ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഗലീലിയോ മരണപ്പെട്ട് 300 വർഷം ആകുമ്പോഴാണ് ആര് ജനിക്കുന്നത്? സ്റ്റീഫൻ ഹോക്കിങ് ജനിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നു, ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിങ്, സ്റ്റീഫൻസ് പാരൻസ് were not wealthy. അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഫ്രാങ്ക്
ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഫ്രാങ്ക് ഹോക്കിംഗ് അതുപോലെ തന്നെ ഇസബൽ ഹോക്കിംഗ് എന്തായിരുന്നു, സ്റ്റീഫൻസ് പാരൻസ് വർ നോട്ട് വെൽത്തി. അവർ വലിയ സമ്പന്നമായ ആളുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. സ്റ്റീഫൻ ഹോക്കിൻ്റെ പാരൻസ് സമ്പന്നമായ ആളുകൾ ആയിരുന്നില്ല. ബട്ട് ദ ബിലീവ്ഡ് ഇൻ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ അവരെന്ത് ചെയ്തു, വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. സോ ദ പ്ലാൻഡ് ഫോർ സ്റ്റീഫൻ ഹോക്കിംഗ് ടു ഗോ ടു വെസ്റ്റ് മിനിസ്റ്റർ, എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിൻ്റെ പാരൻസ് വിദ്യാഭ്യാസത്തിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നും വിദ്യാഭ്യാസത്തിന് വളരെയധികം മൂല്യമുണ്ട് എന്നും വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് അവരെന്ത് ചെയ്തു, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സ്കൂളിൽ ചേർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. ലണ്ടനിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്കൂളായിരുന്നു അത്. അപ്പോൾ അതിൽ തങ്ങളുടെ മകന് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചു. കാരണം അവർ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ വിശ്വസിക്കുന്ന രക്ഷിതാക്കളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ ദൗർഭാഗ്യവശാൽ സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ് മിനിസ്റ്റർ. പക്ഷേ ആ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ പബ്ലിക് സ്കൂളിൽ ചേരാൻ എന്ത് ചെയ്യണം, അവിടെ സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കിട്ടണം. കാരണം വെസ്റ്റ് മിനിസ്റ്റർ എന്ന വലിയ സ്കൂളല്ല, അവിടെ സ്കോളർഷിപ്പ് കിട്ടിയാലേ പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ സ്കോളർഷിപ്പിന് വേണ്ടി ആ സ്കൂളിൽ ചേരുന്നതിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. ആ സ്കോളർഷിപ്പിന് പരീക്ഷ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ പരീക്ഷയ്ക്ക് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അസുഖമായിരുന്നു. അപ്പോൾ വെസ്റ്റ് മിനിസ്റ്റർ എന്ന സ്കൂളിൽ പഠിപ്പിക്കാനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസിൻ്റെ താല്പര്യം. പക്ഷേ അവിടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള പരീക്ഷ നടക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് എന്ത് സംഭവിച്ചു, അസുഖമായി എന്നുള്ളതാണ്. ദെർഫോർ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ. അങ്ങനെ തൻ്റെ രക്ഷിതാക്കളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ലണ്ടനിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടേക്കുള്ള സ്കോളർഷിപ്പിനുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ അസുഖമായതുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല, സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ അടുത്തുള്ള ഒരു സെയിൻറ്റ് ആൽബൻസ് സ്കൂളിൽ എന്ത് ചെയ്തു, ചേർന്നു. അത് വലിയ ഫേമസ് ആയ സ്കൂളൊന്നുമല്ല. പക്ഷേ ഏറ്റവും നല്ല സ്കൂളെന്ന് പറയുന്നത് വെസ്റ്റ് മിനിസ്റ്ററാണ്. പക്ഷേ അവിടേക്ക് ഉള്ള സ്കോളർഷിപ്പിനുള്ള പരീക്ഷയ്ക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല അസുഖമായതിനാൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ അവസരം നഷ്ടപ്പെട്ടു. പിന്നെ ചേർന്നത് സെയിൻറ്റ് ആൽബൻസ് സ്കൂളിലായിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നു, ബൈ ദ ടൈം ഹി വാസ് 8 ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. 8 വയസ്സ് ആയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയോ, ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനാവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ പ്രായത്തിലൊക്കെ 8 വയസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുക. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ് ചിന്തിച്ചത് 8 വയസ്സിൽ ഒരു ശാസ്ത്രജ്ഞൻ ആവണം എന്നുള്ളതാണ്. ഫ്രാങ്ക് ഹോക്കിങ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, സ്റ്റീഫൻ ഹോക്കിൻ്റെ അച്ഛന് സ്റ്റീഫൻ ഹോക്കിനെ പ്രോത്സാഹിപ്പിച്ചത് എന്താണ്, വൈദ്യശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിച്ചത്. കാരണം അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിൻ്റെ ഫാദർ പഠിച്ചതും അത് തന്നെയാണ്. ബട്ട് സ്റ്റീഫൻ ഹോക്കിങ് ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിനെ സംബന്ധിച്ചിടത്തോളം ബയോളജി എന്തായിരുന്നു, ഒരു ഇംപ്രിസൈസ് ആയിരുന്നു, ഒരു കൃത്യതയില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. ഈ വാണ്ടഡ് എ സബ്ജക്റ്റ്, അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു സബ്ജക്റ്റാണ്, ഇൻ വിച്ച് ഈ കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കാനാണ് ആരാഗ്രഹിച്ചത്, സ്റ്റീഫൻ ഹോക്കിങ് ആഗ്രഹിച്ചത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, സ്റ്റീഫൻ ഹോക്കിങ് മെഡിസിൻ പഠിക്കണം. തന്നെ ഫാദർ മെഡിസിൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബയോളജി കൃത്യതയില്ലാത്തൊരു സബ്ജക്റ്റായിട്ട് തോന്നി. അവന് ഏറ്റവും കൃത്യതയുള്ളൊരു സബ്ജക്റ്റ് പഠിക്കണം, അതായിരുന്നു അവൻ്റെ ആഗ്രഹം. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിഗി എന്ന് പറഞ്ഞാൽ മിടുക്കൻ.
കുട്ടിക്കാലത്ത് സ്റ്റീഫൻ വലിയ മിടുക്കനായ ഒരാളൊന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. ഒരു സാധാരണ ഒരു സ്കൂൾ ബോയ് ആയിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. വായിക്കാൻ പഠിക്കുന്നതിൽ അവൻ വളരെയധികം സ്ലോ ആയിരുന്നു എന്നുള്ളതാണ്. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. ഡെസ്പെയർ ആണ് നിരാശന. അവൻ്റെ ടീച്ചേഴ്സിനൊക്കെ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്തായിരുന്നു, അല്ല കാണുമ്പോൾ നിരാശയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് എ ഹപ്പ് ഇൻ ഹിസ് ക്ലാസ്. അവൻ്റെ ക്ലാസ്സിൽ അവന് പകുതിയിൽ മേലോട്ടുള്ള റാങ്ക് അവൻ നേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ്, though he now says in his own defense, it was a very bright class. അപ്പോൾ അവന് പകുതിയിൽ കൂടുതൽ റാങ്ക് അവൻ നേടി. അതിൻ്റെ അടുത്ത് അവന് ആദ്യത്തെ 1, 2, 3, 4, 5 റാങ്കിലൊന്നും അവൻ എത്തിയിട്ടില്ല. കാരണം അവൻ പറയുന്നത്, സ്റ്റീഫൻ ഹോക്കിങ് അതിനെ ഡിഫെൻഡ് ചെയ്ത് പറയുന്നത് എന്താണെന്നറിയോ, ഇറ്റ് വാസ് വെരി ബ്രൈറ്റ് ക്ലാസ്സിന്. ഞാൻ പഠിച്ച ക്ലാസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാഞ്ഞത്, റാങ്കിൽ മുന്നോട്ട് എത്താഞ്ഞത് എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പഠന സമയത്ത് വലിയ ബ്രില്യൻ്റായ കുട്ടിയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. അറ്റ് 14, 14-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹി വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. 14-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിങ് തിരിച്ചറിഞ്ഞു താൻ എന്ത് ചെയ്യണമെന്നുള്ളത്. മാത്തമാറ്റിക്സും ഫിസിക്സുമാണ് അതിലാണ് താൻ പഠനം നടത്തേണ്ടത് എന്നുള്ളത് അവൻ മനസ്സിലാക്കി. ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ, ഫോർ ദർ വർ നോ ജോബേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. പക്ഷേ അവൻ്റെ അച്ഛൻ എന്താണ്, ഇതിനെ ഇംപ്രാക്ടിക്കൽ എന്ന് വിളിച്ചു. സ്റ്റീഫൻ ഹോക്കിങ് മാത്തമാറ്റിക്സും ഫിസിക്സുമാണ് പഠിക്കാൻ ആഗ്രഹിച്ചത് 14-ാമത്തെ വയസ്സിൽ. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അച്ഛൻ ഇതിനെ ഇംപ്രാക്ടിക്കൽ, അത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. കാരണം എന്താ, ടീച്ചിങ്ങിലല്ലാതെ വേറെ ഒന്നിലും ജോബ് കിട്ടൂല മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. മോറോവർ, അതിലുപരിയായിട്ട് ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാദർ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൻ താൻ പഠിച്ച കോളേജിൽ തന്നെ പഠിക്കണം. ഓക്സ്ഫോർഡിൻ്റെ ഉള്ളിലുള്ള ഒരു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ അവിടെ എന്താണ്, കണക്കാണെങ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് താൻ പഠിച്ച കോളേജിൽ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം അദ്ദേഹം പഠിച്ച കോളേജിൽ തൻ്റെ മകൻ പഠിക്കണം എന്നുള്ളത്. പക്ഷേ തൻ്റെ മകൻ്റെ ആഗ്രഹം എന്താണ്, മാത്സ് പഠിക്കണം എന്നുള്ള. ആ മാത്സ് ആണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാദർ പഠിച്ച സ്കൂളിൽ പഠിപ്പിക്കുന്നുമില്ല. ഏതായാലും ഹി ഫോളോവേഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. തൻ്റെ അച്ഛൻ്റെ ഉപദേശം അദ്ദേഹം അനുസരിച്ചു. ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി ഫിസിക്സ്. അദ്ദേഹം കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചു. ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. അങ്ങനെ അല്പം മാത്തമാറ്റിക്സും പഠിച്ചു. ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ ചേരണമെങ്കിൽ എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതണം. അപ്പോൾ എൻട്രൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ ഓക്സ്ഫോർഡ് പരീക്ഷയ്ക്ക് ഉള്ള എൻട്രൻസ് പരീക്ഷ ഉണ്ടാവും. ആ എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, കുറച്ച് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചു. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി അക്സെപ്റ്റഡ്. ഫിസിക്സ് വളരെ നല്ല രീതിയിൽ ഫിസിക്സിൽ അവന് പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഓക്സ്ഫോർഡിലോട്ടുള്ള എൻട്രൻസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ വളരെ ബ്രില്യൻ്റായിട്ട് എന്ത് ചെയ്തു, പൂർത്തിയാക്കാൻ ആർക്ക് സാധിച്ചു, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചു. അങ്ങനെ എന്താ പറയുന്നത്, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇൻ 1959, 1959 അറ്റ് ദ ഏജ് ഓഫ് 17, 17-ാമത്തെ വയസ്സിൽ ഹോക്കിങ് വെൻറ്റ് ടു ഓക്സ്ഫോർഡ്. ഹോക്കിങ് എന്ത് ചെയ്തു, ഓക്സ്ഫോർഡിലോട്ട് പോയി. ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ വലിയ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. എന്തിന്? ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. നാച്ചുറൽ സയൻസ് പഠിക്കാനും പ്രകൃതിശാസ്ത്രം പഠിക്കാനും അതുപോലെ തന്നെ ഫിസിക്സിൽ വിദഗ്ധ പഠനം നടത്താനും വേണ്ടി 1959 അല്ലെങ്കിൽ തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിലോട്ട് സ്റ്റീഫൻ ഹോക്കിങ് പോയി. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്. അവൻ അവിടെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. ഹിസ് ഫാദേഴ്സ് കോളേജ്, തൻ്റെ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ തന്നെയായിരുന്നു. ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ ഏറ്റവും പുരാതനമായൊരു കോളേജായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. ഫൗണ്ടഡ് ഇൻ 1249 AD. AD 1249 സ്ഥാപിച്ചതാണ്
ആ വർഷത്തിൽ സ്ഥാപിച്ചതായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. ഓക്സ്ഫോർഡിലെ ഏറ്റവും പുരാതനമായ കോളേജായിരുന്നു. തൻ്റെ അച്ഛൻ പഠിച്ച കോളേജ് തന്നെയായിരുന്നു അത്. ഏതായാലും എന്ത് ചെയ്തു, അവൻ അവിടെ തൻ്റെ 17-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് ചെയ്തു, ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചെറു ജീവചരിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ സ്റ്റീഫൻ ഹോക്കിങ് ആരാ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നത്. കാരണം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 90% അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പോലും അദ്ദേഹം സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ തല ഉയർത്തി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജനിച്ചത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പാരൻസ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിഗ്രി അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് തൻ്റെ ഈ സർവകലാശാല പഠനത്തിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നമ്മൾ നിർത്തുന്നത് എവിടെയാണ്? 1959 തൻ്റെ 17-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിങ് എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ നേടി എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.